മോളെന്നാണല്ലേ വിളിക്ക? അപ്പൊ ശരിക്കുള്ള പേരെന്താ? ഓളെ ശരിക്കുള്ള പേര് ആഷിക്കാന്നാണ്. ഞങ്ങളെല്ലാരും കുഞ്ഞോളേന്ന് വിളിക്ക. അന്റെ പേരെന്താ? എന്റെ പേര് അൻഷിത. അല്ല, ഇതിപ്പോ ആരാന്ന് മനസ്സിലായില്ല. അതിന്റെ മൂത്ത മരിയോളെന്ന് പറയില്ലെന്നെ ഉള്ളൂട്ടാ. ഇവിടെ വന്ന് കേറിയ തൊട്ടന്നെ എന്റെ മകളായിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ല മോളെ? ആ, അത് പിന്നെ അങ്ങനെ തന്നെ അല്ലേ വേണ്ടത്. ആരിസ് കെട്ടിക്കൊണ്ടിരുന്ന കുട്ടിനെ ഞങ്ങളും അങ്ങനെ തന്നെ കാണണം തന്നെ പൂതി. നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് പറയാ മക്കളൊക്കെ ഉണ്ടാ? എനിക്ക് മൂത്തത് 2 ഇരട്ടക്കുട്ടികളാ, ഒരാണും ഒരു പെണ്ണും. ഇപ്പോ പ്രഗ്നന്റ് ആണ്, 2 മാസം കഴിഞ്ഞ്. മാഷാ അല്ലാ. അപ്പൊ ഓൾക്ക് എത്ര വയസ്സായി? ഓർക്ക് 4 വയസ്സായി. ഇപ്പൊ നഴ്സറി ചേർത്തിക്കണ്. ഇയാള് പഠിക്കണുണ്ടോ? അതോ ഇനി കാക്കാന്റെ കൂടെ കല്യാണം നോക്കണ്ട? ഇവിടെ കെട്ടിച്ചു വിടാനും ഞങ്ങൾക്കും പൂതിയൊക്കെ ഉണ്ട്. പറഞ്ഞിട്ടെന്താ, 1-2 വർഷം കൂടി കഴിഞ്ഞിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞിരിക്കുക ഓള്. ആദ്യം കാക്ക കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന്റെ കൂടെ ഞാനും കുറച്ചൊക്കെ നിക്കട്ടെ. കല്യാണത്തിനൊക്കെ ഇനിയും ടൈം ഉണ്ടല്ലോ. ഓനിപ്പം വന്നിട്ട് പെണ്ണാലൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നു ഞങ്ങള്. അപ്പഴാ ബ്രോക്കർ ഇപ്പൊ ഇവിടുത്തെ കുട്ടിയുടെ കാര്യം വന്ന് പറഞ്ഞത്. ഓനും പറഞ്ഞപ്പോ ഞങ്ങൾ ആദ്യം ഒന്ന് പോയി കണ്ടുനോക്കിന്ന്. അല്ലേലും കാക്കാക്ക് പെണ്ണ് നോക്കണ കാര്യേ ഞങ്ങള് 2 പെങ്ങന്മാർക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇക്കാക്ക് ഡബിൾ ഓക്കെ ആയിരിക്കും. അല്ല മക്കളെ, ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നാ മതിയാ? നമ്മള് കാണാൻ വന്ന ആളെ കണ്ടില്ലല്ലോ. ഇനിയിപ്പൊ ഇപ്പൊ വിളിക്കാം. കുഞ്ഞോളെ, വെർന്നൂർ കോളേജിന് ജ്യൂസ് ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞിട്ടേ പഠിക്കണി കയറിയതാണ്. സൽമ അത് കഴിഞ്ഞ് വരാൻ പറയും. ചെല്ലി. എന്റെ മോളായിട്ട് പറയില്ലട്ടാ. ഒരു പെരേക്ക് വേണ്ടയൊക്കെ എന്റെ കുട്ടിക്ക് അറിയാം. ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലേ. കണ്ടറിഞ്ഞൊക്കെ ചെയ്തോളൂ. അങ്ങനെ തന്നെ വേണ്ടത്. ഇത് ഇവളെ കെട്ടിച്ചയക്കുമ്പോഴേ ഇവൾക്ക് അറിയാത്ത ഒരു പണി ഉണ്ടായിരുന്നില്ല. തന്നെ കേറി ചെന്നിട്ട് ഇത്രയും കണ്ട കാലമായിട്ടും ഇതേവരെ ഒരാളെ കൊണ്ട് അജ്ജയായി എന്റെ കുട്ടി പറയിച്ചിട്ടില്ല. ഒരു പെരേക്ക് വേണ്ട അതക്കും അച്ചടക്കും ഒക്കെ പഠിപ്പിച്ചിട്ട് തന്നെയാണ് നമ്മളെ മക്കളെ ആരാൻ പെരേക്ക് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അതിന്റെ പേരുദോഷം നമ്മൾ തള്ളാർത്തന്നല്ലേ. നിങ്ങൾ ഇരിക്കട്ടാ, ഞാൻ എന്നിട്ട് ചെന്നോക്കട്ടെ. വലിയ നാണക്കാരിയാണ്. ചെലപ്പം ഇങ്ങോട്ട് വരാൻ കുറവായിട്ട് നിക്കേക്കാരം. ഇരിക്കട്ടാ. കണ്ടത് വെച്ച് നോക്കുമ്പോ തർക്കടൊന്നുമില്ലല്ലേ. കേട്ടില്ലേ, ഒരു കുടുംബത്തിക്ക് വേണ്ട സകല പണികളും അറിയാന്ന്. അത് കേട്ടപ്പോൾ ഉമ്മാന്റെ മുഖത്തെ സന്തോഷം നോക്ക്. ഇനിയിപ്പോ ഒരു പണി എടുക്കാണ്ട് ഫുൾ റെസ്റ്റ് ഇരിക്കാല്ലോ മരിയോള് വന്നാല്. അങ്ങനെ റെസ്റ്റ് എടുത്തൊരു മൂലക്കിരിക്കണം എന്നുള്ള പൂതിയൊന്നും എനിക്കില്ല. ഉള്ള പണികൾ ഒരുമിച്ച് ചെയ്ത് കളിച്ച് ചിരിച്ച് നമ്മളൊപ്പം കൂടാൻ പറ്റണ ഒന്നാവണം. അത്ര എനിക്ക് പൂതിയുള്ളൂ. ആ അമ്മ മരിയോളെ വിളിക്കുന്നത് കേട്ടില്ലേ, മോളേന്നൊക്കെ. നല്ല സ്നേഹ തോന്നുന്നുണ്ടല്ലേ കുടുംബം.